നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ വിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വാഹന നിർമ്മാതാക്കളും ഓരോ ദിവസവും പുതിയ വികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മെഴ്സിഡസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ വിയും വന്നു കഴിഞ്ഞു. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന CLA 250+ എന്ന മോഡൽ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് 800 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. 792 കിലോമീറ്ററാണ് കമ്പനി പറയുന്ന മൈലേജ്. ഇപ്പോൾ അടുത്ത കാലത്ത് BYDയുടെ ഏറ്റവും പുതിയ സീല് ബംഗ്ലാദേശിൽ ലോഞ്ച് ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ 1000 കിലോമീറ്ററാണ് ആ വാഹനത്തിന് റേഞ്ച് പറയുന്നത്. അതായത് റേഞ്ച് അങ്ങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. തന്നെയല്ല ഏറ്റവും പുതിയ BYDയുടെ ബ്ലേഡ് ബാറ്ററിയുടെ അതിൻ്റെയും ഏറ്റവും പുതിയ ഒരു പതിപ്പ് വന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ആകുമെന്നാണ് കേൾക്കുന്നത്. ആ തരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് EVയുടെ കാര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ബെൻസിൻ്റെയും ഒരു അടുത്ത വരുമ്പോഴേക്കും തീർച്ചയായിട്ടും 1000 കിലോമീറ്റർ റേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. 792 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 600-ന് മുകളിൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായ റേഞ്ചാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇത് 6.7 സെക്കൻഡ്സ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന വാഹനമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വാഹനമാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന CLA എന്ന സെഡാൻ്റെ EV പതിപ്പാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണെന്നുള്ള മറ്റൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ CLA EVയിൽ കാണുന്ന മോഡുലാർ ആർക്കിടെക്ചർ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് ഇനി മെഴ്സിഡസ് ബെൻസിൻ്റെ EVകളെല്ലാം ജനിക്കാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു മുൻപേ പറഞ്ഞ പക്ഷിയായിട്ട് കാണാവുന്നൊരു വാഹനമാണ്. അങ്ങനെ സുന്ദരമായ രൂപമുള്ള മെഴ്സിഡസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ CLA 250+ൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന പലരും സംഭവം സിനിമയിലെ പോലെ ഒരു ലൂപ്പിനകത്താണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു, മാസാവസാനം ആകുമ്പോഴേക്കും ആ ശമ്പളം കഴിയുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓണർ രാവിലെ ഓഫീസിൽ എല്ലാ ദിവസവും വരണമെന്നില്ല. എന്നാലും ആ കമ്പനി 24 മണിക്കൂറും 365 ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യണമെന്നും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ്. എന്നാൽ അത്രയൊന്നും റിസ്ക് എടുക്കാതെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളെ ലാഭവിഹിതം നമുക്ക് കിട്ടിയാലോ? ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ആക്സിസ് മാക്സ് ലൈഫിൻ്റെ BSE ഡിവിഡൻഡ് സ്റ്റെബിലിറ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത്തരം കമ്പനികളിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ്, അതായത് ലാഭവിഹിതം കിട്ടും. അത് റീഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാനും പറ്റും. ഇതെല്ലാം അവരുടെ ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി ചെയ്തു തരും. കഴിയുമെങ്കിൽ നമുക്ക് മാസം 2000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുണ്ട്. ഇനി ഇൻവെസ്റ്റ് ചെയ്ത തുക പോകുമെന്ന് പേടിയുള്ളവർക്കായിട്ട് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമ്മൾ നിക്ഷേപിച്ച പൈസ പോകില്ല എന്ന് 100% ഉറപ്പുമുണ്ട്. NAV 10 രൂപയാണ്. കൂടാതെ ഈ NFOയുടെ ഇൻഡെക്സിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 23%, 19.4% ശരാശരി റിട്ടേൺ ഓരോ വർഷവും നൽകിയതായിട്ട് നമുക്ക് കാണാം. നമ്മളിനി വർഷം തോറും 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുകയാണെങ്കിൽ പോലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഉണ്ടാവില്ല. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള പ്രീമിയത്തിന് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവുകൾ ലഭിക്കും. പിന്നെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ കൂടി ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രവാസികൾക്കൊക്കെ മാസം 18,000 രൂപ മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ 2 കോടി രൂപ വരെ കിട്ടാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഒരു ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. എന്തായാലും ഒരു കാര്യം മറക്കണ്ട, മെയ് 31-നാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് തുടർന്നും കടക്കാം. എങ്ങനെയാണ് ഏറ്റവും പുതിയ CLA ഈ ഒരു റേഞ്ച് കൈവരിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സെഗ്മെൻറ്റിലെ നല്ല തൊട്ടടുത്ത സെഗ്മെൻറ്റിൽ പോലുമുള്ള വാഹനങ്ങളിലെ ഏറ്റവും കുറഞ്ഞ കോഎഫിഷ്യൻറ്റ് ഡ്രാഗ് ഈ വാഹനത്തിനാണെന്നുള്ളതാണ്. 0.21 CD എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവർ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. 0.21 CD ആണ് ഈ ഒരു വാഹനത്തിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡ്രാഗ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം എയറോഡൈനാമികത ഏറ്റവും കൂടുതലുള്ള വാഹനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് മുൻഭാഗം കാണുമ്പോൾ തന്നെ വ്യക്തമാവുകയും ചെയ്യും. ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സ്റ്റാർഡഡ് ആയിട്ടുള്ള ഗ്രില്ലാണെന്ന് പറയാം. 142 ഡിജിറ്റൽ സ്റ്റാറുകളാണ് അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത്. അതിനടുക്ക് ഒറിജിനൽ സ്റ്റാർ വലുതായിട്ട് അങ്ങനെ നിൽക്കുന്നു. വാഹനത്തിൻ്റെ നീളമൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. 4.7 മീറ്റർ നീളവും 2.8 മീറ്റർ വീൽ ബേസുമുള്ള വാഹനമാണ്. നീളം നോക്കിയാൽ ഇതിനേക്കാളും വലിപ്പമുള്ള ഒരേ ഒരു വാഹനമേ ഉള്ളൂ ഇന്ത്യയിൽ EV വിഭാഗത്തിൽ. അത് BYD സീലാണ്. വളരെ കുറച്ച് നീളം കൂടുതൽ BYD സീലിനുണ്ട്. ബാക്കി എല്ലാ ഡയമെൻഷൻസ് നോക്കിയാലും ഇതാണ് ഏറ്റവും വലിയൊരു വാഹനം എന്ന് പറയാം. അപ്പോൾ മനോഹരമായ ഗ്രില്ല് കഴിഞ്ഞാൽ പിന്നെ കാണാവുന്ന മനോഹരമായ ഹെഡ്ലാമ്പാണ്. LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എലമെൻസ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്.
അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ റണ്ണിങ് ലാമ്പ്, അതിപ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്ററായിട്ട് കാണുന്നത്, അതിന് പോലും ഈ ഒരു സ്റ്റാറിൻ്റെ അതേ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കൂടാതെ മേൽഭാഗത്ത് ഒരു ഐബ്രോ പോലൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗത്ത് പൂർണ്ണമായിട്ടും അടച്ചു കെട്ടിയ മുൻഭാഗം എന്നാണ് പറയേണ്ടത്, കാരണം ഇതൊരു EV ആണല്ലോ. എങ്കിലും താഴെയായിട്ട് എയർ ഡാം പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. കൂടാതെ എയർ സ്കൂപ്പുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാം. ഇവിടെയൊക്കെ എയർ സ്കൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കാം. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്കില്ല. അതുപോലെ ഇവിടെ നെടുനീളത്തിലൊരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മുൻഭാഗം വളരെ ഭംഗിയുള്ളതാണ്, സംശയമില്ല. ഓടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കി നിന്ന് പോകുന്ന രൂപമെന്നാണ് പറയേണ്ടത്. സൈഡിൽ കട്ടുകളും ഗ്രീസുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് സ്റ്റീൽ ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ബെൻസിൻ്റെ വാഹനങ്ങളിൽ ആദ്യമായിട്ട് ഫ്രങ്ക് സ്പേസ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ വാഹനത്തിലാണ്. ഇതുവരെ ഒരു വാഹനത്തിലും ഫ്രങ്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൂടി ഒന്ന് കാണാം. തീരെ കുറഞ്ഞ ഫ്രങ്ക് സ്പേസ് അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എവിടെ തുറക്കുന്ന ഭാഗം ഇതാ 101 ലിറ്റർ ഫ്രങ്ക് സ്പേസ് ഉണ്ട്. കൂടാതെ 405 ലിറ്റർ ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 405 101 എത്ര ശ്യാമേ? ഞാൻ കണക്കിന് വളരെ മോശമായിരുന്നു. എങ്കിൽ പോലും 506 അല്ലേ, 506 ലിറ്റർ ഉണ്ട് കേട്ടോ. എത്ര വട്ടം ഞാൻ പറഞ്ഞ കണക്ക് കൂട്ടി. അത്രയധികം സ്പേസ് ഉണ്ട്. ഇത് വളരെ വിശാലമാണ് കേട്ടോ. തീർച്ചയായിട്ടും ധാരാളം സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന അത്രയും വിശാലമാണ്. ചാർജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ പക്കയാണെന്ന് പറയാം. ഈ ഭാഗമൊക്കെ കണ്ടാൽ ലിപ്പൊക്കെ നല്ല ഡ്രസ്സായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടി എടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട്. അപ്പോൾ മുൻഭാഗങ്ങൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത് 18 ഇഞ്ച് അലോയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ വരുന്ന 2 വേരിയൻസ് ആണ് വരുന്നത്. 250+ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേരിയൻറ്റിൽ AMG കിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ AMGയുടെ അതേ തരത്തിലുള്ള വീലുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ AMG എന്നുള്ള ബാഡ്ജിങ് നമുക്ക് കാണാം. 18 ഇഞ്ച് വീലാണ്. അതിൽ സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത് CLA പോലെ തന്നെയാണ്. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു കൂപ്പെ സ്റ്റൈൽ ഒരു രീതികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നിലവിലുള്ള CLA, അതായത് ഐസ് എഞ്ചിനുള്ള CLAക്കാൾ അല്പം കൂടി നീളം ഇതിന് കൂടുതൽ കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും ഫ്ലഷ് ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് ലോക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ വെളിയിലേക്ക് വരികയും ചെയ്യും. അത് തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ആ ഒരു സൈഡിലെ യാതൊരു ഡിസൈനും കട്ട് ചെയ്യാത്ത രീതിയിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബോഡി ഷോൾഡറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡൊക്കെ നല്ല എന്താണ് ഒരു മസിൽമാൻ ലുക്കിലേക്ക് വന്നിട്ടുമുണ്ട്. താഴെയായിട്ടും അങ്ങനെ ഒരു കട്ട് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഏറ്റവും താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഉള്ളൊരു ഭാഗവും അങ്ങേ അറ്റം വരെ നീളുന്നുണ്ട്. ഭംഗിയുള്ള സൈഡ് എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ പലപ്പോഴും ഇത് കാണുമ്പോഴത്തേക്കും മേബാക്കൊക്കെ ആണോ എന്ന് തോന്നാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ CLA നോക്കുകയാണെങ്കിൽ ബെൻസിൻ്റെ ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങളിലൊന്നാണ്. പക്ഷേ കാഴ്ചയിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാറില്ല. എങ്കിൽ പോലും CLAയുടെ കാര്യത്തിൽ എപ്പോഴും ഉള്ളൊരു പരാതി എന്ന് കുറച്ച് ക്രാംഡാണ് പിൻസീറ്റ് എന്നുള്ളതാണ്. കാരണം ഇത് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങി വരികയാണല്ലോ. അതുകൊണ്ടുള്ളൊരു ചെറിയ ഒരു ക്രാംഡായിട്ടുള്ള ഫീൽ ഉൾഭാഗത്ത് വരുന്നു എന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. എങ്കിൽ പോലും ഈ വിലയ്ക്ക് കിട്ടുന്ന, ഇതിൻ്റെ കാര്യമല്ല കേട്ടോ, ഞാനിതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ വിലയ്ക്ക് കിട്ടുന്ന ബെൻസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാർ ധാരാളമുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും നല്ല രസമുള്ള രൂപമാണ്. ഫുൾ LED സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുമൊക്കെ ബെൻസിൻ്റെ പുതിയ വാഹനങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയും കാണാം. വളരെ വിശാലമായ ഒരു ടെയിൽ ലാമ്പ്, അതിലും നല്ല എലമെൻസ് ഒക്കെയാണ്. ആ എലമെൻസിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും സ്റ്റാർ ലോഗോയെ ഓർപ്പിക്കുന്ന എലമെൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഈ ലോഗോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം തുറന്ന് വരുന്നതായിരിക്കും. 405 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നിങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ സ്പെയർ ടയറും കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഈ ടയറിൻ്റെ വലിപ്പം ഉണ്ടാകില്ല എന്ന് മാത്രമേ ഉള്ളൂ. റൺഫ്ലാറ്റ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ വലിച്ച് തന്നെ അടയ്ക്കണം എന്നുള്ളതാണ് ബെൻസ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നൊരു കാര്യം. പിന്നെ താഴെയായിട്ട് മുൻഭാഗത്ത് നമ്മൾ കണ്ട പോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. CLA 250+ എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇത് ടോപ്പിൻ്റെ വേരിയൻ്റാണ്. ഇതിൻ്റെ താഴെ 250 എന്ന് പറയുന്ന വേരിയൻ്റ് കൂടി ഉണ്ട്. അതിന് പക്ഷേ 500 കിലോമീറ്ററാണ് കമ്പനി റേഞ്ച് പറയുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമില്ല. മോട്ടറിൻ്റെ കാര്യത്തിലും അതുപോലെ റേഞ്ചിൻ്റെ കാര്യത്തിലും മാത്രമേ കുറവുള്ളൂ. മറ്റ് സൗകര്യങ്ങളെല്ലാം 250 എന്ന ഒരു മോഡലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും റേഞ്ച് ആവശ്യമില്ലെങ്കിൽ അതിലേക്ക് പോകാം, വില കുറച്ച് കിട്ടുകയും ചെയ്യും. എന്തായാലും സ്പോയിലർ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനും അതുപോലെ തന്നെ ഡീഫോഗറും സ്റ്റോപ്പ് ലാമ്പും ഒക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ CLA എന്ന് പറയുന്നത് എനിക്ക് വളരെ കാണാൻ ഇഷ്ടമുള്ളൊരു വാഹനമായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു EVയുടെ എലമെൻസ് കൂടി ആഡ് ചെയ്തപ്പോഴത്തേക്കും കുറേ കൂടെ ഭംഗിയായി. പ്രത്യേകിച്ച് മുൻഭാഗത്ത് അത്രയും 142 താരകങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭംഗിയുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഇതുവരെ കണ്ട് വന്നിരുന്ന CLAയിൽ നിന്നും കുറേ കൂടി ഭംഗിയുള്ള ഒരു CLA ജനിച്ചിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്.
മെഴ്സിഡസ് ബെൻസ് വാങ്ങിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ സ്റ്റാറിനെ വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. ഈ വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 കണക്കിന് സ്റ്റാറിനെയാണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുക. വാഹനം എന്ന് പറയുന്ന സ്റ്റാർ, പിന്നെ ലോഗോയിലെ സ്റ്റാർ, പിന്നെ 100 കണക്കിന് സ്റ്റാർ. കാണുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വെറൈറ്റി ഇൻറ്റീരിയർ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ വലിയ സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടാവും. 14 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു 10.25 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഇവിടെ കാണാം. എന്നാൽ വിദേശത്തുള്ള CLA EVകളിൽ ഈ ഭാഗത്തുകൂടി, അതായത് ഈ പാസഞ്ചർ കൂടി ഒരു സ്ക്രീനുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് അവിടെയാണ് ഈ സ്റ്റാർ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിലായിട്ടാണ് ഡാഷ്ബോർഡ് നിൽക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയെ മറക്കാൻ പറ്റില്ല. ഡാഷ്ബോർഡ് നിൽക്കുന്നത് അത് കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ സ്ക്രീൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാം. നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണെന്ന് മാത്രമല്ല, മെഴ്സിഡസിൻ്റെ ഏറ്റവും പുതിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന MBUX എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് സിസ്റ്റത്തിലേക്ക് ഇപ്പം മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഇതുവരെ കണ്ടുവന്നിരുന്ന CLAയിലുള്ളതിനേക്കാൾ 200 മടങ്ങ് ഫാസ്റ്ററാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ OT അപ്ഡേറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചക്കടാന്നങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത്രയധികം ഫാസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടിംഗ് പവർ 200 മടങ്ങ് കൂടുതലാണെന്നുള്ള കാര്യം മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പുതിയ MB.OS എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. NVIDIA പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ബെൻസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ MBUXൻ്റെ ഒരു വെർച്വൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ഡ്രൈവറെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ആക്സെൻറ്റ്, നമ്മുടെ മൂഡ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഏറ്റവും പുതിയ AI ടൂൾസ്, അതായത് ChatGPT പോലുള്ള AI ടൂൾസ്, ജെമിനി, ബിങ്, അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും പുതിയൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അതിൻ്റേതായ ഗുണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കുണ്ടാകും. എന്തായാലും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ക്രിസ്പായിട്ടുള്ള ആ ഒരു കളേഴ്സും അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റെസൊല്യൂഷനും അതൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും കൊള്ളാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം 360 ഡിഗ്രി ക്യാമറ വന്നു എന്നുള്ള കാര്യമാണ്. കൂടാതെ ബർമിസ്റ്ററിൻ്റെ ഒരു 3D മ്യൂസിക് സിസ്റ്റം വന്നിരിക്കുന്നു. അതെല്ലാം ഗംഭീരം തന്നെയാണ്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാമല്ലോ. നമ്മൾ ഈ ബെൻസിൻ്റെ വാഹനങ്ങളിൽ എപ്പോഴും കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഡൈനാമിക് സെലക്ട് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അതിൽ സ്പോട്ട്, ഇക്കോ, ഇൻഡിവിജ്വൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് മോഡുകൾ മാറ്റാനുള്ള സ്വിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫിസിക്കൽ സ്വിച്ച് എന്ന് പറയുന്നത് സംഭവമേ കൊടുത്തിട്ടില്ല. അത് തീർച്ചയായിട്ടും ആദ്യം ഓടിച്ചു തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ പിന്നീട് അത് വളരെ യൂസ്ഡ് ആകാനുള്ള സാധ്യത. ഇവിടെ ഒരു ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ്, അത് EVകളുടെ എല്ലാം ഒരു തനത് മുഖമുദ്രയാണ് അതിവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ ചാർജിങ് പോർട്ടുകളും അതും കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് ഈ കാണുന്നത് ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമാണ്. ബാക്കി മുഴുവൻ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആംബിയൻ ലൈറ്റ് കാണുന്നുണ്ടാകും. ആംബിയൻ ലൈറ്റ് പല കളേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് ഇതിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ആംബിയൻ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് നമുക്ക് മാറ്റാവുന്നത്. അതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ വയർലെസ് ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതെല്ലാം ഇതിൻ്റെ നമുക്ക് കാണാം. ഈവൻ സർവീസിൻ്റെ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നത്. ഇതിൽ സിഗരറ്റ് വയ്ക്കരുത്, സിഗരറ്റിൻ്റെ ചാരം ഇടാനുള്ള അല്ല എന്നൊരു ഇൻഡു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിച്ചോണേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ ഇവിടെയും സ്പേസ്, അതുപോലെ തന്നെ ഫ്രണ്ട് സ്പേസ്, ബൂട്ട് സ്പേസ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് എന്ന് പറയുന്നത് അൽക്കാൻഡ്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഗ്രിപ്പാണ്. തന്നെയല്ല, ഇതിൻ്റെ ആ ഒരു ഡിസൈൻ രീതി എന്ന് പറയുന്നത് നമ്മളെ ഓർപ്പിക്കുന്നത് റേസ് കാറുകളുടെയൊക്കെ ഒരു രീതിയാണ്. നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, 6 സെക്കൻഡ് കൊണ്ടൊക്കെ 100 കിലോമീറ്റർ വേഗം എടുക്കുമ്പോൾ പിടിച്ചിരുന്നെങ്കിൽ സംഗതി കുഴപ്പമാകും. അതാണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ടിലെ സീറ്റുകൾ പവേർഡാണ്, അതോടൊപ്പം തന്നെ ഹീറ്റഡുമാണ്. പക്ഷേ വെൻറ്റിലേറ്റഡ് അല്ല. അതും വിദേശത്തുള്ള CLA EVയിലൊക്കെ അത് വെൻറ്റിലേറ്റഡുമാണ്. പക്ഷേ ഇതിൽ വെൻറ്റിലേഷൻ കൊടുത്തിട്ടില്ല. ഹീറ്റഡാണ്, അതുപോലെ പവേർഡാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലും നല്ല സുഖമായിട്ടിരുന്ന് ചാരി ഇരുന്ന് പോകാൻ പറ്റുന്ന അത്രയും സുഖകരമായ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മൂൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത്. മൂൺ റൂഫ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് യോജിക്കുന്നതാണോ എന്നൊരു ചർച്ച പലയിടത്തും നടക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഒട്ടും ഹീറ്റ് ഉള്ളിലേക്ക് വരില്ല എന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പം ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരുണ്ടായത്. ബാംഗ്ലൂരൊക്കെ എന്തൊരു ചൂടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറച്ച് ചൂട് എന്തായാലും അകത്തേക്ക് വരും. ഇത് ക്ലോസ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും അത് സംഭവിച്ചിട്ടില്ല. പിന്നെ ഡോർ പാഡിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ബോട്ടിൽ അവിടെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കണ്ടില്ലേ, ഫ്രെയിംലെസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. നല്ല വൈറ്റ് ഫിനിഷും സ്റ്റീൽ ഫിനിഷും എല്ലാം കൊടുത്ത് ഡോർ പാഡ് ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. വളരെ സ്പോർട്ടിയാണ് ആ ഭാഗമൊക്കെ കാണുമ്പോൾ. പിന്നെ എന്തായിരുന്നു, ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ AMGയുടെ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു AMG ലൈനാണ് ഇവിടെ വരുന്ന CLA 250 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു AMG സ്റ്റിയറിംഗ് വീല് കാണാം. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ആയാലും
അതുപോലെ വോളിയം കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. എന്തായാലും മറ്റൊരു കാര്യം നമുക്ക് മിസ് ഔട്ടായിട്ട് തോന്നാവുന്നത് ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണല്ലോ ഈ ഒരു EVയുടെ കാര്യത്തിൽ, അത് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിന് പകരം ഡ്രൈവ് മോഡുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഇവിടെ 10.2 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനുണ്ട്, അതിൽ നല്ല റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, റെസൊല്യൂഷനുണ്ട്, നല്ല കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാകും. ചെറുതായിട്ടൊരു ഒരു ലെഫ്റ്റ് സൈഡിൽ തീരെ കാറ്റ് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ബെൻസിൻ്റെ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ AC വന്ന് നല്ല ഭംഗിയാണ്. ഇതിലും അങ്ങനെ തന്നെ, അതിൽ ആംബിയൻ ലൈറ്റിംഗ് കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റിംഗ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഫിനിഷും വൈറ്റ് ഫിനിഷും ബ്ലാക്ക് ഫിനിഷും എല്ലാം കൂടി ചേർന്നൊരു നിറങ്ങളുടെ ജുഗൽബന്ദി എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് നമുക്ക് ഡാഷ്ബോർഡിനെ കാണാവുന്നത്. ഡാഷ്ബോർഡല്ലല്ലോ, മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കാണാവുന്നത്. അപ്പോൾ പിൻഭാഗത്തേക്ക് കയറാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പൂർണ്ണമായിട്ടും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ അങ്ങനെ കിടക്കാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളുടെയും പിൻഭാഗത്ത് വരാവുന്നൊരു പ്രശ്നം ഇതിനുണ്ട്. അല്പം തൈ സപ്പോർട്ട് കുറവാണ്. കാല് നീട്ടി വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്, ഇത് മുന്നിലേക്കും. ഇത് ഏറ്റവും പിന്നിലേക്ക് ഇടുമ്പോൾ നമുക്ക് കാല് നീട്ടി വയ്ക്കാനുള്ള സ്ഥലം അധികം കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് അല്പം കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആയതുകൊണ്ട് തന്നെ ബാക്കിലെ ക്രാംഡ് ഫീൽ എന്ന് പറയുന്നത് എന്നെപ്പോലെ എൻ്റെ വരെയുള്ള ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ സ്പേസ് ബാക്കിയുണ്ട്. അല്ലാതെ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തിരി ക്രാംഡായിട്ട് തോന്നിയേക്കാമെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും മോശമല്ല. ഇവിടെയും സീറ്റിൻ്റെ രീതികളൊക്കെ മുന്നിൽ കണ്ട പോലെ തന്നെയാണ്. ആൽക്കാൻഡ്രയും വൈറ്റ് ഫിനിഷും അതുപോലെ ഇവിടെ റെഡ് സ്റ്റിച്ചിങ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അമ്മേ മഹാമായി 2 കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസ് ഇവിടെയുണ്ട്. 2 AC വെൻറ്റുകൾ, അതുപോലെ തന്നെ 2 ചാർജിങ് പോർട്ടുകൾ, അത്തരം കാര്യങ്ങളെല്ലാം പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൂൺ റൂഫ് ഏറ്റവും പിന്നിൽ വരുന്നതുകൊണ്ട് സുഖമായിട്ട് ആ ഒരു ക്രാംഡ് ഫീൽ തീരെ തോന്നുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരല്പം പൊങ്ങിയിരിക്കുന്ന ഈ ഒരു വിൻഡോ ലൈൻ എന്ന് പറയുന്നത് നമ്മളൊരല്പം ചെറിയ ഒരു കുഴിയിലിരിക്കുന്ന ഫീല് തോന്നിച്ചേക്കാം. അതുപോലെ ചെറിയൊരു ബോട്ടിലൊക്കെയാണ് പിൻഭാഗത്ത് വയ്ക്കാവുന്നത്. പക്ഷേ നല്ലൊരു ആംബ്രസ്റ്റും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഇവിടെയും ഫ്രെയിംലെസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിൻഭാഗത്ത് ഈ ഒരു ചെറിയ തൈ സപ്പോർട്ടിൻ്റെ പ്രശ്നം ഒഴിച്ച് നിർത്തിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഉയർന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് EVകൾ, പ്രത്യേക സെഡാനുകളുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന കാര്യമാണ്. അതിന് ബെൻസിനെ കുറ്റം പറയാനും പറ്റില്ല. എങ്കിലും ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു സെഡാൻ്റെ ഇൻറ്റീരിയറാണ് നമുക്ക് തോന്നുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രധാന പങ്ക് വഹിക്കുന്ന വലിയ സ്ക്രീനാണ്. നമ്മൾ 792 കിലോമീറ്റർ റേഞ്ചുള്ള CLA EV 250+ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീല്, അപ്പാർട്ട് ഫ്രം EV എന്ന് പറയുന്നൊരു സംഭവത്തിന് അതിനപ്പുറത്തേക്കായിട്ട് നമുക്ക് ഈ സ്ക്രീനുകൾ മുന്നിൽ കാണുമ്പോൾ തോന്നുന്നൊരു സന്തോഷമുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാർഡഡ് ആയിട്ടുള്ള ആ ഒരു സൈഡ് വളരെ ഭംഗിയുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെയും ഒരു സ്ക്രീൻ തന്നെയാണ് വിദേശ മോഡലുകളിൽ. അപ്പോൾ ഈ പാസഞ്ചർക്ക് അദ്ദേഹത്തിന് പ്രൈവറ്റായിട്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് ഒരു ഫിൽറ്റേഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർക്ക് അതിലേക്ക് ശ്രദ്ധ പോവുകയുമില്ല. ആ രീതിയിലൊക്കെയാണ് അവിടെയെങ്കിൽ ഇവിടെ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിദേശ മോഡലുള്ളത് ഒഴിവാക്കിയിരിക്കുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റാണ്. ഇത് ഹീറ്ററാണ്. അതുപോലെ തന്നെ പവേർഡൊക്കെ ആണെങ്കിലും വെൻറ്റിലേറ്റഡ് സീറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 1-2 മാറ്റങ്ങളൊക്കെ വിദേശ മോഡലുകളുമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ഒന്ന് വില കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് CBU ആണ്, പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന മോഡലാണ്. എന്നിട്ട് പോലും 64 ലക്ഷം രൂപ ഇത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ആ ഒരു വ്യാപാര ഉടമ്പടിയുടെയൊക്കെ ചില ഗുണങ്ങൾ കിട്ടിത്തുടങ്ങിയതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു സുഹൃത്തുക്കളെ, ഞാൻ സംശയിക്കുന്നു. എന്തായാലും വെൽ പ്ലാനഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നമുക്ക് ഈ വാഹനം തരുന്നത്. ഇത് റിയർ വീൽ ഡ്രൈവാണ്. പിൻ ആക്സിലാണ് ഇതിൻ്റെ മോട്ടർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഡ്യുവൽ മോട്ടർ മോഡലും ഉണ്ട് യൂറോപ്പിലൊക്കെ, അതും ഇവിടെ വന്നിട്ടില്ല. 272 SP മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പവർഫുൾ മോട്ടർ. അതുപോലെ തന്നെ വളരെ ക്വിക്ക് ആക്സിലറേഷനാണ്. 6.7 സെക്കൻഡ്സ് മുതൽ 100 കിലോമീറ്റർ വേഗം എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റു പല വാഹനങ്ങളിലെയും പോലെ ഇനിഷ്യൽ ഒരു ആക്സിലറേഷൻ ഒന്നും കുറച്ചൊന്നും വെച്ചിട്ടില്ല. ഫുൾ അങ്ങ് തുറന്ന് തന്നിരിക്കുകയാണ്. പോയി അറമാച്ചിട്ട് പോകാം മക്കളെ എന്നുള്ള മട്ടിൽ
അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വാഹനത്തിൽ വളരെ എവിഡൻ്റ് ആണ് എന്നാണ് പറയേണ്ടത്. CLA 250+ ഉപയോഗിച്ചിരിക്കുന്നത് 85 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. NMC ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലിഥിയം നിക്കൽ മാംഗനീസ് കോബാൾട്ട് ഓക്സൈഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ആ ബാറ്ററി പാക്കാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറിലേക്ക് വരുമ്പോൾ 272 SP മോട്ടറാണ്, 335 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അതുപോലെ മറ്റു പ്രത്യേകതകൾ ഇപ്പോൾ ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പെർഫോമൻസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും രണ്ടും കൃത്യമായി ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ 11.1 എന്ന് പറയുന്ന റേഷ്യോ, വളരെ ഷോർട്ടായിട്ടുള്ള റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഗിയറിന്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇനിഷ്യൽ ആക്സലറേഷൻ കിട്ടും. പക്ഷേ സെക്കൻഡ് ഗിയറിൽ 5:1 എന്ന് പറയുന്ന കുറച്ചുകൂടി ടോളറായിട്ടുള്ള റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് കൂടുമ്പോഴും റേഞ്ച് കുറയാതെ, അതായത് എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. CLAയുടെ കാര്യത്തിൽ ഡ്രൈവ് ട്രെയിൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 93% ആണെന്നാണ് ബെൻസ് പറയുന്നത്. അതായത് ഈ ഒരു റേഞ്ച് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കമ്പനി പറയുന്നു ആ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, മെർസഡസ് ബെൻസിൻ്റെ EVകളിൽ ആദ്യമായിട്ട് ബ്രേക്ക് ബൈ വയർ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഗംഭീരമായ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ആ ഒരു ബ്രേക്കിൻ്റെ റെസ്പോൺസ് കൂടുതൽ കിട്ടുന്നുണ്ട്. കുറച്ചൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് രീതിയാണെന്നാണ് പറയേണ്ടത്. 4 ലെവൽ ഓഫ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 പെഡലും ഉണ്ട്, അഡാപ്റ്റീവ് മോഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ 2 മോഡ് കൂടാതെ മറ്റ് 2 മോഡ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു കുറവ് തന്നെയായിട്ട് വേണമെങ്കിൽ പറയാം. ഇനി മറ്റൊരു വേരിയൻ്റുള്ള ഞാൻ പറഞ്ഞില്ല, CLA 200 എന്ന് പറയുന്നത്, അതിലും ഒരു റിയർ മൗണ്ടഡ് സിംഗിൾ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 335 ന്യൂട്ടൺ മീറ്ററിനാണ് മാക്സിമം ടോർക്ക്. പക്ഷേ 224 HP ഉള്ളൂ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 100 കിലോമീറ്റർ വേഗം എടുക്കാൻ അതിന് 7.5 സെക്കൻഡ് വേണം. എന്നാൽ വിദേശത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡ്യുവൽ മോട്ടോർ സെറ്റപ്പുള്ള ഒരു വേരിയൻ്റ് കൂടിയുണ്ട്. അത് 354 SP പവർ തരുന്നതാണ്. 515 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അതിന് 4.9 സെക്കൻഡ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അതെന്തായാലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ത്യക്ക് വേണ്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ ഈ മോഡലിന് ആകെ 107 മില്ലിമീറ്റർ ഉള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ ഇന്ത്യയിൽ കൃത്യമായി കമ്പനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഏകദേശം 160 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ റോഡുകളുടെ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ. പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയത് ഇതിൻ്റെ എന്താ പറയേണ്ടത്, ഒരു ഡ്രൈവിംഗ് കംഫർട്ടിനൊന്നും ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അതെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സേഫ്റ്റിയാണ്. സേഫ്റ്റി യൂറോപ്പിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടിയതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. കൂടാതെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഡീഷണൽ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ആ ലോവർ വേരിയൻറ്റ് 200 എന്ന് പറയുന്ന വേരിയൻറ്റിലും ഇത്തരം കാര്യങ്ങളൊന്നും മിസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിലാകെ ആ മോട്ടറിൻ്റെ പവറിലൊക്കെ വന്നിരിക്കുന്ന കുറവല്ലാതെ മറ്റ് കുറവുകളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും ബെൻസിൻ്റെ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന EVകളിലെ ഏറ്റവും മികച്ച EV ആയിട്ട് തന്നെ കണക്കാക്കാം. കാരണം 792 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് മോശമല്ല. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാനുള്ള ഭംഗി, എനിക്ക് തോന്നുന്നു ബെൻസിൻ്റെ EVകളിലെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള മോഡൽ ഇതാണ് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ വളരെ മുന്നിലാണ്. ഇത് നമുക്ക് ഡ്രൈവ് മോഡുകളൊന്ന് മാറ്റി നോക്കാം. ഡ്രൈവ് മോഡുകളിൽ കൃത്യമായിട്ടും സ്പോർട്ടിലേക്ക് ഇടുമ്പോൾ പെർഫോമൻസിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എന്തായാലും നമുക്ക് കംഫർട്ട് തന്നെ പോകാം. കാരണം സ്പോർട്ട് മോഡലൊന്ന് ഓടിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലയിൽ കക്ഷത്തിൽ തല വെച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ CLA 250+ വിശേഷങ്ങൾ. എന്തായാലും ഇന്ത്യയിൽ വന്ന ബെൻസിൻ്റെ EVകളിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വളരെ പെട്ടെന്ന് കിട്ടിയൊരു വാഹനം ഇതാണെന്നാണ് അറിയുന്നത്. കാരണം ഇതിൻ്റെ കാണാനുള്ള ഭംഗിയും ഈ റേഞ്ചും എല്ലാവരും ആകർഷിക്കുന്നു. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ BYD സീലാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ഒരു സെഡാനുള്ളത് EVയിൽ. അതുമായിട്ട് വിലയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾക്ക് BYD അല്ല, ഒരു ബെൻസാണ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ പലരും ഇതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി വിലയിലേക്ക് വരുമ്പോൾ CLA 200 എന്ന് പറയുന്ന എൻട്രി ലെവൽ വേരിയൻ്റെ വില 55 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. പക്ഷേ ടോപ്പ് എൻഡ് 250+ എന്ന് പറയുന്ന ഈ കണ്ട ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് 64 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില.
നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ BYD സീലിൻ്റെ ടോപ്പ് എൻഡ് മോഡലിന് 53 ലക്ഷം രൂപയോളം വില വരുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിലയ്ക്ക് വാങ്ങിക്കാവുന്ന ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴാണ് 64 ലക്ഷം രൂപ നിങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത്. 58 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് 200 ഉള്ളതെങ്കിൽ ഇതിലുള്ളത് 85.5 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. റേഞ്ചിൻ്റെ കാര്യത്തിൽ 542 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 200ൻ്റെ കാര്യത്തിലെങ്കിൽ ഇത് 792 ആണ്. ആ ഒരു വലിയ വ്യത്യാസമാണ്. നമുക്ക് ഈ ഒരു വില വ്യത്യാസത്തെ സാധൂകരിക്കാവുന്നതായിട്ട് പറയാവുന്നൊരു കാര്യം. എന്തായാലും അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗംഭീരമായ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. ഇപ്പോഴും നിങ്ങൾ സെഡാനുകളെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു വാഹനമാണിത്. പക്ഷേ പലരും SUV-യിലേക്ക് കുടിയേറി കഴിഞ്ഞൊരു കാലമാണ്. എങ്കിൽ പോലും നമ്മുടെ റോഡുകൾ ഹൈവേ ഒക്കെ ഗംഭീരമായി പണിത് തീരാറായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെഡാനുകളെ പറ്റിയും ചിന്തിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സെഡാനുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ സ്പോർട്ടി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന മോഡലുകളാണ്. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാതെ തന്നെ ഇന്ത്യയിലെ മുൻനിര ബിസിനസ് സ്ഥാപനങ്ങളെ ലാഭവിഹിതം നേടാനുള്ള ഒരു അവസരത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മെയ് 31 വരെ മാത്രമേ നിങ്ങൾക്ക് അവസരമുള്ളൂ. അതായത് ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ NFOയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ കൃത്യമായിട്ട് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറക്കേണ്ട, 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പുതിയ CLA 250യുടെ വിശേഷങ്ങൾ, 250+ൻ്റെ വിശേഷങ്ങളായിട്ട് പറയാവുന്നത്. എന്തായാലും ബെൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വാഹന നിർമ്മാതാക്കളും വളരെ ശക്തമായി EV-യിലേക്ക് വരുന്ന ലക്ഷണം എന്താണ് അതിൻ്റെ ഒരു അവസാന ഫലശ്രുതി എന്ന് പറയുന്നത് ലോകം EV-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വാഹനമായിട്ട് വീണ്ടും കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി.